നമുക്ക് ചോറിനും ദോശയ്ക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടൊമാറ്റോ സ്റ്റിർ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കുക. ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തൊന്ന് പൊട്ടിക്കുക. അടുത്തതായി 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഉള്ളി ഒരുപാടങ്ങ് മുരിഞ്ഞു പോവേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലതുപോലെ പൊടികളെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ 1-2 നുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലതുപോലെ 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടുന്നതിനും അതുപോലെ തന്നെ തക്കാളിയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. മൂടിയെല്ലാം തുറന്നതിന് ശേഷം 5-10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നമുക്കിതുപോലെ ഒന്ന് വലിയിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രുചികരമായിട്ടുള്ള ടൊമാറ്റോ സ്റ്റിർ ഫ്രൈ റെഡി.